അവരുടെ ഫണ്ട് സ്രോതസ്സുകളെല്ലാം ഇ ഡി അന്വേഷിക്കണം. കാരണം ഈ അശോകന്റെയും ഒരു സന്തോഷിന്റെയും പേരിൽ കോടാനുകോടി രൂപയാണ് അവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനെതിരെ ഒരു അന്വേഷണം ഇന്നുവരെ വന്നിട്ടില്ല. കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ 1 കോടി രൂപയിൽ കുറയാതെ വേണം പൈസ കൊടുക്കണം എന്നാണ് അയാളുടെ കർശനമായ നിർദ്ദേശം. നമ്മുടെ പല PhD കഴിഞ്ഞ പിള്ളേർക്ക് പോലും SN ട്രസ്റ്റിന്റെ SN സ്ഥാപനങ്ങളിലൊന്നും ജോലി കിട്ടുന്നില്ല. അപ്പം നമ്മുടെ യുവാക്കളുടെ ഭാവി, അവർക്ക് എവിടെ പോവും, അവരെന്ത് ചെയ്യും, അവരെങ്ങനെ സർവൈവ് ചെയ്യും, ഇതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. എല്ലാം മകന് വേണം, അവർക്ക് വേണം. അപ്പൊ അവരുടെ കുടുംബ സ്വത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല ഗുരുദേവൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. ഇത് ജനങ്ങളുടെ സ്വത്താണ്. ജനങ്ങളെ, അത് എല്ലാ മതക്കാർക്കും ഉള്ളതാണ്. ഈ ശ്രീനാരായണ ഗുരു അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ ജാതി ചോദിക്കരുത്, പറയരുതെന്ന് പറഞ്ഞ ഇയാൾ തന്നെയാണ് ഈ ജാതി വർഗീയതയും കൊണ്ട് നടക്കുന്നത്. ഇപ്പം ഇയാളെ നമുക്ക് ശരിയാക്കാൻ, തിരുത്താൻ പറ്റിയില്ലെങ്കിൽ ഇത് അടുത്ത യുവതലമുറയുടെ പരാജയമായി. നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? വേറൊന്നും വേണ്ട, നമ്മൾ ആയുധം കയ്യിലൊന്നും എടുക്കണ്ടേ. ഇവിടെ നല്ല ശക്തമായ നിയമമുണ്ട്, അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ ഈ സർക്കാരിന്റെ മാറി മാറി വരുന്ന സർക്കാരിന്റെ വഞ്ചനയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഒരു മാസം മുമ്പ് ഞാൻ പറഞ്ഞു, അയാൾക്ക് അയാളുടെ മകനും അയാളുടെ ഗുണ്ടകൾക്കും ഒറ്റ തന്തയാണ് ഉള്ളതെങ്കിൽ ഞാൻ ഇവിടെ ആലപ്പുഴ തന്നെ ഉണ്ട്, പ്രതികരിക്കാൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകർ പറഞ്ഞു, അതിനുശേഷം ഇതുവരെയും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇവർ. പക്ഷെ ഇതിന് മറുപടി കൊടുക്കണം. എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല? രമേശ് ചെന്നിത്തലയൊക്കെ കുറെ ധാർമ്മികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ്. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ഇതിനെ ആക്ഷൻ എടുക്കുന്നില്ല? എന്തിനാ അദ്ദേഹം ഭയക്കുന്നത്? ഇപ്പൊ ഞാൻ വ്യക്തമായ തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിക്കില്ല? എല്ലാ തെളിവുകളും ഉണ്ട്, എല്ലാ കോടതിയിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്രാവശ്യം സ്പെഷ്യൽ ബ്രാഞ്ചിൽ അവിടെ പോയി, അതുപോലെ SP വിഷ്ണു IPS അദ്ദേഹത്തിനെ കൊണ്ട് ഞാനിത് കൊടുത്തു. അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുപോലെ 2 ബിഗ് ഷോപ്പറിൽ നിറയാണ് ഞാൻ തെളിവുകൾ കൊടുത്തത്. ഇതുപോലെ ഒരു തെളിവ് അയാളുടെ ചരിത്രത്തിൽ ആരും കൊടുത്തിട്ടില്ല. പക്ഷെ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളാപ്പള്ളിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരുമിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ തമ്മിലടിച്ച് മാറും. പ്രത്യേകിച്ച് ഗോകുലം ഗോപാലേട്ടൻ്റെ എന്നൊക്കെ 10-26 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ ഇയാളെല്ലാവരെയും പർച്ചേസ് ചെയ്യും. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. ഇപ്പൊ തന്നെ എന്റെ കയ്യിൽ ഒരു പാനൽ, ഒരു 10-32ഓളം അഡ്വക്കേറ്റ്സ് നമ്മുടെ പാനലിൽ തന്നെ ഇയാൾക്ക് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സർക്കാരിന്റെ പ്രൊട്ടക്ഷന് വിടണമെന്നേ. ഒരു തെളിവടക്കം കൊടുത്താലും അന്വേഷിക്കുന്നില്ലല്ലോ. മകേഷിന്റെ മരണമൊഴി എന്തുകൊണ്ട് മറ്റേ കത്ത് വെച്ചിട്ട് ബാക്കി അന്വേഷണം നടക്കുന്നില്ല? അവിടെയും ഇവര് തന്നെ സ്വാധീനം ചെലുത്തുകയാണ്. അപ്പൊ ഇത് ഇവിടുത്തെ ഭരണാധികാരികളുടെ സപ്പോർട്ട് ഇല്ലാതെ ഇങ്ങനെ നടക്കുമോ? പിന്നെ ഇയാളെ കൊണ്ട് വോട്ട് കിട്ടും, വോട്ട് മറിയും എന്നൊക്കെയാണ് ഇവർ ധരിക്കുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടാക്കാൻ പറ്റാത്തതാണ് BDJS. അത്രയും വലിയ പരാജയമാണ് അവർ. പൊളിറ്റിക്കൽ ഫെയില്യൂർ ആണ്. ഇവർക്ക് പോലും 5 വോട്ട് കിട്ടത്തില്ല. പിന്നെ ഇവരെങ്ങനെയാണ് നാട്ടുകാർക്ക്, മറ്റേ പാർട്ടിക്കാർക്ക് വോട്ട് കൊടുക്കുന്നത്? അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധി പോലും നമ്മുടെ ഈ ഇടതിനും വലതിനും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അവരെ എത്ര ഏത് രീതിയിൽ നമ്മൾ കാണേണ്ടി വരും? അപ്പം നിയമപരമായിട്ട് പോട്ടെ, കാരണം നിയമത്തെ ബഹുമാനിക്കുകയും നിയമത്തെ അനുസരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഈ രാഷ്ട്രത്തിന്റെ ഒരു പ്രത്യേകത. അതാണ്. നമുക്ക് അങ്ങനെ പോവാം. പക്ഷെ നമ്മൾ ഒരുമിച്ച്, ഗുരുദേവൻ പറഞ്ഞൊരു വാക്കാണ് ഞാൻ സമൂഹത്തിനോട് ആവശ്യപ്പെടുന്നത്: സംഘടിച്ച് ശക്തരാവണം. നമുക്ക് വേറെ ആയുധം ഒന്നും എടുക്കണ്ട. ആയുധം എടുക്കാനാണെങ്കിലും ഇവരെ അല്ലാതെ പണി കൊടുക്കാനാണെങ്കിലും നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പിള്ളേരുണ്ട്. നമുക്ക് അതല്ല വേണ്ടത്. ഇവരുടെ അതുപോലെ ശാശ്വതികാനന്ദ സ്വാമിയുടെ മരണം, സ്വാമിജിയുടെ സഹോദരി ശാന്ത അമ്മ എന്നോട് ഇപ്പൊ വരുമ്പോഴും വിളിച്ചതേ ഉള്ളൂ. അതും വഴിമുട്ടി നിൽക്കുകയാണ്. വില്ലൻ ജയിച്ച ഒരു കഥാപാത്രം ലോക ചരിത്രത്തിലോ ഒരിടത്തുമില്ല. ഇനി അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാവുകയാണെങ്കിൽ ആ വില്ലന്റെ കാലൻ നമ്മളായിരിക്കും, അല്ലേ? ആവണ്ടേ? സോ നിങ്ങൾ ഇതൊന്ന് ജനങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക. ഒരുമിച്ച് വെള്ളാപ്പള്ളിയുടെ ഈ തിന്മകൾക്കെതിരെയും ഗുരുദേവന്റെ ദർശനം ഉയർത്തിപ്പിടിക്കാനും എല്ലാവർക്കും നന്മ പകരാനും നമുക്ക് ഒരുമിച്ച് പോരാടിയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള മനസ്സുള്ളവരെല്ലാവരും ദയവ് ചെയ്ത് മുന്നോട്ട് വരണം. ദിസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. താങ്ക് യു ഓൾ.